നമസ്കാരം ഷാജിയേട്ടാ. ആ ഷാജിയേട്ടാ, ഇപ്പോ അത് അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അന്വേഷണങ്ങളൊക്കെ തന്നെ വെറും പ്രഹസനമാകുന്നു. അതായത് തൃശൂർ പൂരം കലക്കിയത് മുതൽ ഇപ്പോ വിജിലൻസ് അന്വേഷണം ADGP അജിത് കുമാറിനെതിരെ വരെ വന്നിരിക്കുന്ന അന്വേഷണങ്ങൾ, അതായത് തൃശൂർ പൂരത്തിന്റെ വിഷയം ഉണ്ടായിട്ട് മാസങ്ങളായി. വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് എന്ന് പറയുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞതല്ലാതെ ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നിട്ടില്ല. അപ്പൊ ചേട്ടാ ചേട്ടൻ ഇതിനെ കുറിച്ചൊന്ന് പറയണം. ഈ അന്വേഷണങ്ങൾ വെറും പ്രഹസനമല്ലേ? ഈ ശശി, അജിത് കുമാർ ഇങ്ങനെ ഈ കാട്ടുകള്ളന്മാരെ കൊണ്ടിങ്ങനെ മൊത്തത്തിൽ നിറഞ്ഞിരിക്കുക. അല്ല, സത്യത്തിൽ ഇത് തന്നെയാണ് അതിന്റെ വെരി ഫസ്റ്റ് സെന്റൻസിൽ ആദ്യം പറയണമെന്ന സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും തന്നെ അന്വേഷണത്തിനല്ല, അത് അന്വേഷണ പ്രഹസനങ്ങൾ മാത്രമാണ്, മറ്റൊന്നുമല്ല. അത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ചെയ്യുന്നത് എന്നുള്ളിടത്താണ് വാസ്തവത്തിൽ ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തെ കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ആധിപത്യമുണ്ട്. ഈ ആധിപത്യത്തിന്റെ വളരെ കൃത്യമായിരിക്കുന്ന പ്രകടീകരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്ന ഒരു ചിത്രം. ഇതിനെ നമ്മൾ ഇങ്ങനെയല്ല കാണേണ്ടത്. ശരിക്കും നമ്മളൊന്ന് അറിയേണ്ട ഒരു സംഭവം ഞാൻ ശോഭിച്ചുകൂടി, മഹത്തായ ശോഭിച്ചുകൂടി എന്നാണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത്. നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ്. ഈ പൊളിച്ച് സംഭവം അടിച്ചിട്ട് പോലും ഈ മഹത്തായ ശോഭിച്ചുകൂടിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാറ്, കൃത്യമായ തെരഞ്ഞെടുപ്പാണ് നടക്കാറുള്ളത്. തെരഞ്ഞെടുപ്പ് നടന്നു, ആളുകൾ ഇലക്ട് ചെയ്യുന്നു, എല്ലാവരും തെരഞ്ഞെടുത്ത് അയക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് അവസാന ഘട്ടത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന് ഓമനി പൊട്ടൻ എന്ന് പറയുന്നത് ആ പാർട്ടി സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി പറയുന്നതിനപ്പുറത്ത് അവിടെ ഒന്നുമില്ല. മിലിറ്ററിക്ക് പോലും അധികാരമില്ല, കോടതിക്ക് അധികാരമില്ല, പാർലമെന്റിന് അധികാരമില്ല, ഒന്നിനും അധികാരമില്ല, പോലീസ് അധികാരമില്ല, ഒന്നുമില്ല. ഇങ്ങനെ സമ്പൂർണമായ ഒരു സമഗ്രാധിപത്യ സംഭവത്തെയാണ് നിർഭാഗ്യവശാൽ ചരിത്രപരമായ കാരണങ്ങളാൽ അറിവില്ലായ്മ കൊണ്ടും പിന്നെ ഒരുപക്ഷെ മറ്റ് പരിമിതികൾ കാരണവും അറിവിന്റെ പരിമിതികൾ കാരണവും അത് ഗംഭീരമായ ഒരു ലോകമായിരുന്നു, അല്ലെങ്കിൽ ഗംഭീരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇത് മിക്കവാറും എല്ലാ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെയും ഒരു പൊതുഘടനയാണ് എന്ന് 1990 സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷമാണ് നമ്മൾ ഈ സംഭവം തിരിച്ചറിഞ്ഞത്. ഇതിൽ പിന്നീട് ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറയുന്ന ചൈനയിൽ ഇത് തന്നെയാണ് അവസ്ഥ, ലാവോസ് ഇത് തന്നെയാണ് അവസ്ഥ, ഇങ്ങനെ വരുന്ന ക്യൂബയിൽ ഇത് തന്നെയാണ് അവസ്ഥ, ഇങ്ങനെ വരുന്ന അവസ്ഥ. ഇപ്പൊ അതുപോലെ തന്നെ അവസാനം വന്നിരിക്കുന്ന നമ്മുടെ ലാറ്റിൻ അമേരിക്കയിലെ അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. ഇത്തരമൊരവസ്ഥ ഉണ്ടായി തീരുമ്പോഴാണ് നമുക്ക് കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കാത്ത ഒരു സംസ്ഥാനമാണ് വാസ്തവത്തിൽ കേരളം. എന്നാൽ ഈ വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഈ അധമനായ മുൻ പാർട്ടി സെക്രട്ടറി, ഇപ്പോഴത്തെ വഷളനായ മുഖ്യമന്ത്രി, ഇയാൾ അധികാരം പാർട്ടിക്കകത്ത് സ്ഥാപിക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയായി തീരുകയും ചെയ്തതോടെ കേരളത്തിനകത്തുള്ളത് മുഴുവൻ തന്നെ സമഗ്രാധിപത്യമാണ്, സമ്പൂർണമായ സമഗ്രാധിപത്യമാണ്. ഈ സമഗ്രാധിപത്യത്തിൽ എന്ത് വരുന്നു എന്ന് പറഞ്ഞാല് ജനാധിപത്യപരമായ ഒരു മുന്നണിക്കകത്ത് വിയോജിക്കാനുള്ള അവകാശം പോലും അയാൾ റദ്ദ് ചെയ്തിരിക്കുന്നില്ല. വിയോജിക്കാനുള്ള അവകാശം പോലും റദ്ദ് ചെയ്തു. ഈ വിയോജിക്കാനുള്ള അവകാശം പോലും റദ്ദ് ചെയ്തപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രബലവും പ്രമുഖവും പാരമ്പര്യവും പൈതൃകവും എല്ലാം ഉണ്ടായിരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഥവാ CPI, ആ CPIയുടെ പാർട്ടി സെക്രട്ടറിക്ക് അതിന്റെ മുന്നണിക്കകത്ത് വേണ്ടി പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് മറ്റേ ആ ജനതാദളിന്റെ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞതിന് ശേഷമാണ് ബിനോയ് വിശ്വം ഇത് ആ സാധനം റിപ്പീറ്റ് ചെയ്തെന്നുള്ളതാണ്. വളരെ നിസ്സഹായമാണെങ്കിൽ അയാൾ പറഞ്ഞു എന്നുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് പോലും എന്താ വെച്ചാൽ അത് അന്വേഷണത്തിന് ഉത്തരവ് അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ എന്ന ഒറ്റ പ്രയോഗത്തിൽ അവർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന്റെ മേലെ CPIയുടെ അസിസ്റ്റന്റ് ദേശീയ കൗൺസിലംഗം, സെൻട്രൽ കൗൺസിൽ അംഗമായിരിക്കുന്ന പ്രകാശ് ബാബു ഈ വിഷയത്തിന് വീണ്ടും ആ വിഷയം എടുത്ത് പുറത്തിട്ടു. ഇത് പുറത്തിട്ടതോട് കൂടിയിട്ടാണ് ഇത് എന്തായി മാറുന്നത്. ശരിക്കും ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറുകയാണ്, വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞു ഈ സംഭവം. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നത് വാസൻ എന്താ പറഞ്ഞാൽ CPIക്ക് പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ചിത്രത്തിലേക്ക് ഈ കേരളത്തിലെ ചിത്രം മാറുകയാണ്. അഥവാ ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തെ കുറിച്ചുണ്ടായിരിക്കുന്ന കോർട്ടിലെ യഥാർത്ഥ ഷൂട്ടർമാർ, ഏറ്റവും നല്ല കളിക്കാർ ആരാന്ന് പറഞ്ഞു, ഏറ്റവും നല്ല ഷൂട്ടർ ആരാന്ന് പറഞ്ഞാൽ അത് CPI ആയി മാറിയതാണ്. അതായത് രാഷ്ട്രീയത്തിൽ CPI കളം തിരിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെ മാറിയിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് കാണുന്നത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വളരെ ശുഭോദർക്കമായിരിക്കും സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്നൊന്നും ആലോചിക്കുക. ഇപ്പൊ ഈ പൂരം കളിക്കുന്ന സംഭവത്തിനെ പോലെ അന്വേഷിക്കാൻ ആരെയാണ് ഏർപ്പാടാക്കിയത്? ഈ പറയുന്ന ഞങ്ങായിത്തിന്റെ ഈ അജിത് കുമാർ എന്ന് പറയുന്ന കക്ഷി തന്നെ ഏർപ്പാടാക്കിയത്. അയാൾക്കെതിരെ മറ്റൊരു അന്വേഷണം വേറെ വെച്ചിട്ടുണ്ട്. ഈ അന്വേഷണം വെച്ചിരിക്കുന്ന ഒരു കാട്ടുകടൻ എന്ന് പറഞ്ഞ ഒരു അന്വേഷണം വെച്ചിരിക്കുമ്പോൾ അയാൾ തന്നെയാണ് ഈ സാധനം അന്വേഷിക്കുകയും ചെയ്തത്.
അന്വേഷിക്കുന്ന നിൽക്കുമ്പോൾ ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരാൾ അയാളെ മാറ്റണമെന്ന് മുന്നണിക്കകത്തെ ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള ഒരാൾ നടത്തിയിട്ട് വെക്കുന്ന ഒരു റിപ്പോർട്ടിന് എന്ത് ജനാധിപത്യപരമായ സ്വീകാര്യതയാണ് അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം. എന്നാൽ ഈ ഒരു ചോദ്യം മുഖ്യമന്ത്രിയുടെ തലയിലൂടെ കടന്നു പോകുന്നില്ല, അല്ലെങ്കിൽ ശശിയുടെ തലയിലൂടെ കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കേരളത്തിലുള്ളവരെല്ലാം തന്നെ ഞങ്ങൾ നിശ്ചയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ മതി എന്ന് പറയാവുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണത്. ഈ തീരുമാനത്തിന്റെ ഭാഗം അവർ നിൽക്കുമ്പോൾ തന്നെയാണ് പി ശശി എന്ന് പറയുന്ന അയാൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട്, അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് അൻവർ വീണ്ടും ഒരു സംഭവം കൊടുക്കുന്നു. ഇത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് കൊടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്നത് പാർട്ടിയിൽ അന്വേഷണമാണ് കൊടുക്കുന്നത്. പാർട്ടിയിൽ അന്വേഷണമാണ്. ഈ പാർട്ടിയിൽ അന്വേഷണം കൊടുക്കുമ്പോൾ സത്യത്തിൽ ഈ അന്വേഷണം എവിടെയാണ് വരുന്നത്? ഈ പാർട്ടിയിൽ കൊടുക്കുന്ന അന്വേഷണം മുഖ്യമന്ത്രി അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവേണൻസിന്റെ അന്വേഷണമായിട്ട് മാറുകയാണ് ചെയ്യുക. ഈ ഗവേണൻസിന്റെ അന്വേഷണമായിട്ട് മാറാൻ പാർട്ടിക്കകത്തുള്ള അയാൾക്ക് ഒരു മണ്ണാകട്ട നടപടിയും വരാൻ പോകുന്നത് അതിൽ പൂർണ്ണ ഊർജ്ജക്കാരനാണ് ഞാൻ. കാരണം ഈ ശശി എന്ന് പറയുന്ന ആളും മിസ്റ്റർ വിജയൻ എന്ന് പറയുന്ന ആളും രണ്ടും രണ്ടല്ല ഒന്നാണ്. രണ്ടും രണ്ടല്ല, അത് രണ്ടും ഒന്നാണ്. ഈ രണ്ടും ഒന്നാണ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ഒത്തിട്ടാണ് ഈ പറയുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ശശിക്കെതിരെയായിട്ടുള്ള ഒരു നടപടി അയാൾക്ക് എടുക്കുക നിലവിൽ സാധ്യമല്ല. അത് എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അയാളെ തന്നെ കൊല്ലുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അയാളെ തന്നെ തൂക്കില്ലാതെ വിധിക്കുന്നതാണ് അർത്ഥം. ഇതിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വ്യാപകമായ തോതിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ സംഭവത്തിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വരുന്ന വിമർശനങ്ങളെ അയാൾ ഏതുപോലെ ചെറുക്കും കഴിയോ? ഇപ്പൊ കഴിഞ്ഞിരിക്കുന്ന മുന്നണി സംവിധാനത്തിനകത്ത് CPI-യും ജനതാദളും വളരെ ഗൗരവമായി ഉന്നയിച്ചിട്ട് പോലും ഒരു സ്റ്റെപ്പ് അതിനകത്ത് മുമ്പോട്ട് കടക്കാൻ കഴിഞ്ഞില്ല. ഈ കടക്കാൻ കഴിയാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഗോവിന്ദന് കൊടുത്തിരിക്കുന്ന പരാതി ദൂതൻ വശം അൻവർ കൊടുത്തയച്ചപ്പോ അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമളയും ഓസ്ട്രേലിയയിലാണ്. അത് തമാശിക്കാൻ പറയുകയാണ്. സംഭവം എന്താ പറഞ്ഞാൽ ഈ കുരിപ്പ് എന്തെങ്കിലും ആയിത്തീരട്ടെ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാവുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഗോവിന്ദനും ഭാര്യ സ്ഥലപ്പെട്ടിട്ടുണ്ടാവുക. കാരണം ഇത് ഇങ്ങനത്തെ ഒരു പാർട്ടി അല്ല ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിനകത്തോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഇത്രയും വഷളായിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനം, ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ ഇന്നുവരെ മറ്റൊരു സംസ്ഥാനത്തിനകത്ത് ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത്. ഇങ്ങനെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്ന സംഭവം എന്താ അറിയോ? ഇതിന്റെ മുകളിൽ വരാവുന്ന എല്ലാ സംഭവങ്ങളുടെയും പ്രതിക്രിയ കൃത്യമായി ഇപ്പൊ ആര് കാൽക്കുലേറ്റ് ഉണ്ടാവുന്നത്? നിങ്ങൾ ഈ വിഷയം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ കാര്യത്തിലും പ്രതിക്രിയ അയാൾ ഇപ്പൊ കണക്കൂട്ടി വെച്ച് കാണും. ഈ വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്താന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേക്ക് അയാൾ അത് അന്നേരമാണ് അത് പരിഹരിക്കാൻ ശ്രമിക്കാത്തത്. അയാൾ അപ്പോഴല്ല പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതായത് വിഷയം ചർച്ചയ്ക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ ഇതെങ്ങനെ ഒളിക്കാനുള്ള മാളങ്ങൾ ഏതെല്ലാമാണ് അയാൾ കൃത്യമായി അയാൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ഇനി പിന്നീട് ആ മാളത്തിലേക്ക് പോകാനുള്ള വഴിയും അയാൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അയാൾ പൂർത്തിയാക്കുമ്പോഴും അത് ഘട്ടത്തിലാണ് അയാൾ ഈ മൗനം എന്ന് പറയുന്ന സംഭവം അവിടെ വരുന്നത്. ഇതെല്ലാം വരുമ്പോഴെല്ലാവും ഈ മാളത്തേക്ക് ഒളിക്കാൻ എല്ലാ സംവിധാനങ്ങളും വേദിയും അയാൾ കെട്ടിക്കഴിഞ്ഞിട്ടാണ് അതിനുശേഷം നിങ്ങളുടെ തന്നെ അഭിപ്രായ പ്രകടനം അയാൾ നടത്തുക. ഇങ്ങനെ നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്ന് പറഞ്ഞ ചിത്രം ഒന്ന് മാത്രമാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ പൗരബോധത്തെ ഇത്രയേറെ എന്താ പറയാ മോശമായി വിലയിരുത്തിയിട്ടുള്ള മറ്റൊരാളെ നിങ്ങൾക്ക് ഈ സംവിധാനത്തിനകത്ത് ഒരിക്കലും നമുക്ക് കണ്ടെത്തുക സാധ്യമില്ല എന്നതാണ്. ഇത് ഇവിടെ മാത്രമല്ല വരുന്നത്. നിങ്ങളിപ്പോ നോക്കൂ, ഈ പറയുന്ന എല്ലാവിധ ദുരന്തങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ സംസ്ഥാനത്തിലെ PSC ഗവൺമെന്റിന് നേരിട്ടുള്ള നിയന്ത്രണ സാധനമല്ലേ PSC. ഈ PSCയെ മുഴുവൻ എന്ത് ചെയ്തു? ഇയാൾക്ക് ഒരു കളിക്കാവുന്ന ഒരു ഫുട്ബോൾ പേജാക്കി ഇയാൾ മാറ്റിയില്ലേ? ഓട്ടോണമസ് ആയി നിൽക്കുന്ന സംഭവമാണത് യൂണിവേഴ്സിറ്റികൾ. ആ യൂണിവേഴ്സിറ്റിയെ ഇയാൾ തൊട്ട് നശിപ്പിക്കാതിരിക്കുന്ന എന്ത് സംവിധാനമാണ് ഈ കേരളത്തിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എന്ത് സംവിധാനമാണ് ഉള്ളത്? ഒരു സംവിധാനവുമില്ല. എല്ലാ സംവിധാനത്തെയും ഈ സമഗ്രാധിപത്യത്തിന്റെ ഭാഗമായി ശിഥിലീകരിക്കുകയും അതിനകത്ത് മുഴുവൻ തന്നെ വൃത്തികേടുകളാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ജനാധിപത്യത്തിലെ ഒരു പൊതു പൗരബോധം എന്ന സംഭവത്തെ കശക്കിയെറിഞ്ഞുകളെയാണ് വാസ്തവത്തിൽ ഇയാക്കിയത്. ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താണ് ഗുണമെന്നല്ലേ? ആ ഗുണം ഒറ്റ ഗുണം മാത്രമേ ഉള്ളൂ. നാളെ നിങ്ങൾക്ക് ഇത് ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ സാധ്യമല്ല. നാളെ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ഗവൺമെന്റ് വരികയാണെന്ന് കൂട്ടിയോ, ആ ഗവൺമെന്റ് വന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പല ആളുകൾ റീപ്ലേസ് ചെയ്യാൻ സാധ്യമായിരിക്കില്ല. റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ലാത്ത വിധത്തിലേക്ക് ഇയാളുമായി ബന്ധമുള്ള ആളുകളെ മുഴുവൻ തന്നെ ഇയാൾ അതിനകത്ത് ഇൻസ്റ്റൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഇൻസ്റ്റൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളായിരിക്കും അടുത്ത ഏതൊരു ഗവൺമെന്റ് സംവിധാനം വരുമ്പോൾ അതിനകത്തെ ഈ ഭരണത്തെ നിയന്ത്രിക്കുന്നതിനകത്തെ ബ്യൂറോക്രാറ്റുകളായിട്ട് ഇവർ തന്നെയാണ് അതിനകത്ത് ഉണ്ടാവുക. ഇങ്ങനെ വരാവുന്ന ക്രമീകരണങ്ങൾ നിർമ്മിക്കുന്നതിനും കൂടി ഭാഗമായിട്ടാണ് ഈ വ്യാപകമായിരിക്കുന്ന അഴിമതി ഇവിടെ ഉണ്ടാകുന്നത്. ഈ വ്യാപകമല്ല, വളരെ ആഴമാർന്നിരിക്കുന്ന ഭീകരമായ അഴിമതികൾ.
ഈ അഴിമതിയുടെ പണം പറ്റാത്ത വരുന്ന ആരാണ് ഇതിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്നത്? ആരാണ് ഇതിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്നത്? തിരിച്ചൊരു വളരെ സിമ്പിളായി ചോദിച്ചാൽ തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രതിപക്ഷം എന്ന സംഭവത്തിന്റെ വാസ്തവത്തിന്റെ റോൾ എന്താണ്? വാസ്തവത്തിൽ കേരളത്തിൽ എന്താണ് റോൾ പ്രതിപക്ഷത്തിന്റെ? താൻ ഈ വായി നോക്കി പറഞ്ഞാൽ എന്താണ് ഇവർ ചെയ്യുന്നത്? ഈ കേരളത്തിനകത്ത് എത്രയും ഗൗരവതരമായിരിക്കുന്ന എന്തെങ്കിലും എഡ്യൂക്കേഷൻ അവർ എന്തെങ്കിലും സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ആ ചെറിയ തോതിൽ ഈ യൂത്ത് കോൺഗ്രസ് കൊണ്ടുണ്ടാക്കിയ ചെറിയ രജിസ്ട്രേഷൻ മാത്രമാണ്. സത്യത്തിൽ എന്താണ് വേണ്ടത്? ഈ കേരളത്തിലെമ്പാടും തന്നെ ഇവൻ കാട്ട് കള്ളനാണെന്ന് പറഞ്ഞ് വ്യാപകമായ ഒരു പോസ്റ്ററിംഗ് സംവിധാനം പോലും ആലോചിക്കാതിരിക്കുന്ന UDF സംവിധാനമോ പ്രതിപക്ഷ സംവിധാനമോ? കേരളത്തിലെ മുഴുവൻ മേഖലകളിൽ സത്യം നടക്കുന്നത് വമ്പിച്ച തോതിലുള്ള പോസ്റ്ററിംഗ് നടക്കണം. ആരാണ് ഇത് ചർച്ച ചെയ്യുന്നത്? ശരിക്കും സത്യത്തിൽ എന്താ പറഞ്ഞാൽ TV ചാനലിനകത്ത് വരുന്ന ചർച്ചകൾ, പത്രത്തിനകത്ത് വരുന്ന അത്യാവശ്യ വാർത്തകൾ കഴിഞ്ഞാൽ എവിടെയാണ് ഏതെങ്കിലും ചായ കടക്കത്തി താൻ ചർച്ച ചെയ്യുന്നത്? ഇപ്പോഴും ഇല്ല. കാരണം എന്താണെന്നറിയോ? ഒരു പ്രാദേശിക തലത്തിന്റെ അത്ര കവലകൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെതായിരിക്കുന്ന വിശദീകരണങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെതായിരിക്കുന്ന ചോദ്യങ്ങൾ ഇതിനകത്ത് പബ്ലിക്കിന്റെ മുമ്പിൽ അവർ ഇന്നേ വരെ പ്ലേസ് ചെയ്തിട്ടില്ല. ഇത് പ്ലേസ് ചെയ്യാത്ത കാലത്തോളം മാത്രമേ ആര് സുരക്ഷിതരാണ്? വളരെ കൃത്യമായും ഈ പറയുന്ന കാട്ട് കൊള്ളതാണ് നടക്കുന്ന വിജയനും സംഘത്തിന്റെയും ലിമിറ്റഡ് കമ്പനിയുടെയും എല്ലാ COT കൊള്ളകളും എന്താ ആളുകൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. ഇങ്ങനെ മറന്നു പോകുന്ന ചിത്രം ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് ഇത്രയേറെ നാറിയ അഴിമതികൾ. എന്താ പറയുക, ഒരു പ്രത്യേകിച്ചും രാഷ്ട്രീയ സേവന സംഘവുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ പരസ്യമായിരിക്കുന്ന വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും ആ വിവാദം കേരളത്തിൽ എവിടെയാണ് ചർച്ച ചെയ്തത്? ആരാണ് ചർച്ച ചെയ്തത്? ഒരു സ്ഥലത്തും ചർച്ചയായിട്ടാന്നുള്ളതാണ്. ഇങ്ങനെ ചർച്ചയാവാതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ദൂരത്തെ ആർ ക്രമീകരിക്കുന്നു, ആർ നിർമ്മിക്കുന്നു എന്നതാണ് വിഷയം. അത് നിർമ്മിക്കുന്നത് വളരെ കൃത്യമായിട്ട് ആരാണ്? ഇയാളും സിൽബന്ധികളും ചേർന്നുണ്ടാക്കുന്ന കട്ടിട്ടും എന്താ പറയാ പിടിച്ചു മറിച്ചുണ്ടാക്കുന്ന പണമുണ്ട്. ആ പണത്തിന്റെ വിഹിതങ്ങൾ വളരെ കൃത്യമായി എല്ലാ മേഖലകളിലേക്കും സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരപഥത്തിനകത്ത് മുഴുവൻ എന്തായിത്തീരുന്നു? എന്തെല്ലാം തടസ്സങ്ങൾ, ബ്ലോക്കുകളുണ്ടോ ആ ബ്ലോക്കുകൾ മുഴുവൻ തന്നെ മാറുകയും അവരുടെ യാത്രാപഥങ്ങൾ വളരെ ഗംഭീരമായിരിക്കുന്ന സഞ്ചാരപഥങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ മാറുകയും ചെയ്യുകയെന്ന അതിവിചിത്രമായിരിക്കുന്ന അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിന്റെ, കെടുകാരികതയുടെ, ലൈംഗികതയുടെ, അരാജകത്വങ്ങളുടെ ഇതിലെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ എന്താ പറയാ ഒരു വലയാണ് വാസ്തവത്തിൽ ഇയാൾ ഈ കേരളത്തിൽ നിർമ്മിച്ചിട്ടുള്ളതില്ല. അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഭവത്തിനകത്ത് ഇപ്പൊ ADGP എന്ന് പറയുന്ന ഇയാളെ ഈ അജിത് കുമാറിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തേണ്ടി വരും. മാറ്റി നിർത്തേണ്ടി വന്നാൽ പോലും ഇതിന്റെ അന്വേഷണത്തിന്റെ ഫലം എന്തായിരിക്കും എന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതിനകത്തൊരു മണ്ണാങ്കട്ട് സംഭവിക്കാൻ പോകുന്നില്ല. ഒരു മണ്ണാങ്കട്ട് സംഭവിക്കില്ല. കാരണം ഇതൊക്കെ എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നതിനെ കുറിച്ച് ഇപ്പോഴെ തന്നെ ഏകദേശമായിരിക്കുന്ന ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാവും. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ CPIയുടെ നിലപാട് അത് കൃത്യമായും അത് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് അഖിലേന്ത്യാ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവർ ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന നിലപാട് പറയുന്ന ഒരു പരസ്യമായ പ്രഖ്യാപനമായിട്ടാണ് ഈ ജനയുഗത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളിനെ ഞാൻ കാണുന്നു. അത് മാത്രവുമല്ല, അപ്പുറത്ത് അത്തരം ഒരു ഗൗരവകരമായിട്ട് അഭിപ്രായം വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥക്കാരൻ പ്രകാശ് ബാബു വളരെ ഷാർപ്പായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായി CPI എന്നത് പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പരോക്ഷമായിരിക്കുന്ന പിന്തുണയുണ്ട് എന്ന് കരുതാനാണ് എനിക്ക് സത്യത്തിൽ ഇഷ്ടം. ഞാൻ അങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രായോഗികമായിരിക്കുന്ന ഒരു രാഷ്ട്രീയമായിരിക്കുന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അത് നേരത്തെ CPI പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സൈദ്ധാന്തിക രാഷ്ട്രീയ തലത്തിലേക്ക് ഇത് വളരുകയും വികസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ചിത്രം ഉണ്ടാകുമ്പോഴാണ് ഈ അഴിമതിയുടെ വിഷയം എന്തായിത്തീരുന്നത്. ഇതൊരു വലിയ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വരാവുന്ന ഒരു രാഷ്ട്രീയ ദിശാസൂചകമായിട്ട് ഈ സംഭവം മാറുന്നത്. അവിടെ ഇയാളെ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ചെയ്യുമെന്നോ അതിനനുസൃതമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമോന്നോ കരുതാനോ പ്രതീക്ഷിക്കാനോ ഉള്ള ഒരു ന്യായവും നിലവിൽ കാണുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ ആവർത്തിച്ചു പറയാണ്, ഈ കേരളം ഇന്നേ വരെ ഇത്രയേറെ നാറിപ്പൂത്തിരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു അധികാരിയെ, ഒരു മുഖ്യമന്ത്രിയെ ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ല. നാളെ പിറക്കാതിരിക്കുന്ന കേരളത്തിൽ അത് ഉണ്ടാവുകയുമില്ല. അത്രയേറെ വഷളായിരുന്നിട്ട് പോലും നിങ്ങളൊന്ന് ആലോചിച്ച് അയാളുടെ മുഖത്ത് എന്തെങ്കിലും വല്ല ഭാവവ്യത്യാസം, അയാളുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം. ഞാൻ ഒരു തവണ പറഞ്ഞാണ്, എഴുമച്ചാണകം എടുത്ത് ഇയാളുടെ മോമ്പക്കെറിഞ്ഞാൽ പോലും അയാളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസം ഉണ്ട്. എഴുമച്ചാണകം എടുത്ത് അയാളുടെ മുഖത്ത് എറിഞ്ഞാൽ പോലും അയാളുടെ മുഖത്ത് ഭാവവ്യത്യാസം ഉണ്ടാവില്ല. കാരണം അതിനകത്ത് എന്താ പറയുക, അതിനകത്ത് മുഴുവനുള്ളത് ക്രൗര്യത്തിന്റെ, പകയുടെ, പ്രതികാരത്തിന്റെ, പുച്ഛത്തിന്റെ, എന്താ പറയാ പരിഹസിക്കലിന്റെ, ഇങ്ങനെയെല്ലാം വരാവുന്ന ചിത്രങ്ങൾ മാത്രമേ സത്യത്തിൽ ഇയാളുടെ മുമ്പിലുള്ളൂ. അതാണ് വാസ്തവത്തിൽ അയാൾ. അതിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് വരാവുന്ന ഒരു സംവിധാനമാക്കി ഇതെല്ലാം മാറ്റി തീർക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഈ കേരളത്തിനകത്ത് പ്രതീക്ഷിക്കാൻ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.
ചേട്ടൻ പറഞ്ഞ ഈ വാക്കുകളൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇപ്പൊ കുറച്ച് അല്പം മുമ്പ് CPIയുടെ ദേശീയ നേതാവ് നമ്മുടെ അതിന്റെ പേരെന്താ, അദ്ദേഹത്തിന് രാജ എന്ന നേതാവിന്റെ ഭാര്യ ഉണ്ടല്ലോ, ആനി രാജ സംസാരിച്ചത് ഇദ്ദേഹത്തിന് ഇത്രയും അരഗന്റ് ആരെങ്കിലും ഉണ്ടോ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു സംസാരം പറയുകയുണ്ടായി. എന്തായാലും ചേട്ടൻ പറഞ്ഞ ഒരു കാര്യേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. രാഷ്ട്രീയമായി CPI ഉയർത്തുന്ന അവരുടെ ഒരു ഏറ്റവും ഒരു മികവാർന്ന ഒരു പ്രകടനം തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രകാശ് ബാബുവിന്റെ ആ ലേഖനവും അദ്ദേഹം ഇന്നലെ നടത്തിയ പത്രസമ്മേളനങ്ങളും. എന്തായാലും ഈ വിഷയം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും എനിക്ക് ഷാജിനെ വിളിക്കേണ്ടി വരും. അല്ല, ഇത് കൊച്ചിന് ഒരു കാര്യോട് പറയാം. ഇയാള് വന്നാൽ നമ്മളെല്ലാം പറയാ വരട്ടെ വന്നാൽ കാണാമെന്നല്ലേ നമ്മൾ പറയാ. എന്ത് കാര്യത്തിൽ നമ്മൾ പറയാ, നമ്മൾ അത് വരട്ടെ വന്നാൽ കാണാമെന്നല്ലേ. ഇയാൾ വന്നാൽ കാണാനല്ല നിൽക്കുന്നത്. കാരണം വരുമെന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ വരുന്ന സംഭവത്തെ, അതാ ഞാൻ ആവർത്തിച്ച് പറയാണ്, വരുന്ന സംഭവത്തെ ഇതിനകത്ത് നിന്ന് അതെങ്ങനെ പരിഹരിക്കാവുന്നതിനും ഓടിക്കാനുള്ള മാർഗം ഏതാണെന്നുള്ള മാളവും അതിന്റെ പ്രതിരോധ നിരയും അയാൾ അപ്പോഴേ തന്നെ നിർമ്മിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മുൻപേ ഒരു തവണ ഞാൻ ശ്രീപ്രദാസോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾ ഒരു 25 വർഷക്കാലത്തേക്കോ പിന്നെ മുൻകൂട്ടി കണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും അയാൾ ആവർത്തിക്കുക എന്നുള്ളത്. ഈ ആവർത്തനത്തിന്റെ ഈ പറയുന്ന പരമനീരത്തരത്തിന്റെ ഒരു സംഭവമായിട്ടാണ് കേരളത്തിനകത്ത് നാം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു BJPയുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായിരിക്കുന്ന നടപടികൾ ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്ന് വന്നപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം പോലും ഇല്ലാത്ത വിധത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയ നിര അയാൾ ഉണ്ടാക്കിയിട്ട് ഈ കേരളത്തിലെ ഏതാണ്ട് 3.5 കോടി മലയാളികളെയാണ് വാസ്തവത്തിൽ വിവിധ പാർട്ടികളിലാവട്ടെ അവരെ മുഴുവൻ നോക്കിയിട്ട് ഇയാൾ പരിഹസിക്കുന്നേ വാസനിപ്പോൾ ചെയ്യുന്നത് അല്ലെ. ഇത്രയും വലിയൊരു പ്രതിരോധ നിര ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പറഞ്ഞ അർത്ഥം എന്താണ്? അത് ഒറ്റ മാത്രമേ ഉള്ളൂ. അതിന് രാഷ്ട്രീയമല്ല, അതിന് പണമാണ്, വ്യവഹാരമാണത്. ഈ പണത്തിന്റെയും വ്യവഹാരത്തിന്റെയും ഇടയിൽ വാസ്തവത്തിൽ എന്ത് ചെയ്യാനറിയോ? ജനാധിപത്യവും മനുഷ്യന്റെ പൗരബോധവും ഇയാൾ ചവിട്ടി ഞെരിക്കുകയാണ് ഇയാളും ഇയാളുടെ പാർശ്വവർത്തികളും ഈ സംഘങ്ങളും ചെയ്യുന്നത് മുഴുവൻ ആർക്കു വേണ്ടി മാത്രമാണ്? അയാൾക്കും അയാളുടെ സിൽബന്ധികൾക്കും സിൽബന്ധികൾക്കല്ല, അതിന് ഏറ്റവും പ്രൈമാവട്ടെ അയാളുടെ കുടുംബങ്ങൾക്കാണ്. ഇങ്ങനെ വരാവുന്ന ജീവട്ടിക്കൊള്ള നടത്തുന്ന ഒരു സംഭവത്തിനെതിരെ CPIയുടെ പക്ഷത്ത് നിന്ന് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുന്നത് തീർച്ചയായും നമുക്ക് ഒരു കേരളത്തിനകത്ത് ആ അർത്ഥത്തിൽ വരാവുന്ന ഒരു വലിയ എന്താ പറയാ ഒരു ജനാധിപത്യപരമായ ഒരു ചലനം നിർമ്മിക്കാനും രൂപീകരിക്കാനും ഇടവരുത്തുമെന്ന് തന്നെയാണ് ന്യായമായി ഞാൻ കരുതുകയും പ്രതീക്ഷിക്കുകയും ചെയ്തത്. ചേട്ടാ, ഓക്കെ, ഞാൻ മറ്റു വിഷയങ്ങളുമായി ചേട്ടനെ ബന്ധപ്പെടുന്നതാണ്. എന്തായാലും നമുക്ക് കൃത്യമായ ഒരു അവലോകനമാണ് ചേട്ടൻ പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.